ഈ നത്തിങ് 4Bയിലെ 4B എന്താണെന്ന് നിങ്ങൾക്ക് അറിയോ? എന്താണെന്ന് നത്തിങ്ങിന്റെ ഒരു കോ ഫൗണ്ടർ എക്കിസ് ഇവാങ്കലിഡിസ് പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ അങ്ങനെ ഈ 4B പ്രത്യേകിച്ച് ഒന്നും ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ ടെക് ലോകത്തെ സംസാരം എന്താണെന്ന് വെച്ചാൽ ഈ 4B എന്ന് പറഞ്ഞാൽ 4 എന്ന് പറഞ്ഞാൽ അവരുടെ ഓരോ ജനറേഷനെ സൂചിപ്പിക്കുന്നു. B എന്ന് പറഞ്ഞാൽ ആ ജനറേഷനിൽ ഓരോ സെഗ്മെന്റ് സൂചിപ്പിക്കുന്നു. ഫോർ എക്സാമ്പിൾ നത്തിങ് 4 എന്ന് പറഞ്ഞാൽ അവരുടെ ഫ്ലാഗ്ഷിപ്പ് ഫോൺ, 4A എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു അപ്പർ മിഡ് റേഞ്ച് ഫോൺ, 4B എന്ന് പറഞ്ഞാൽ ഈ 4Aക്കും താഴെ നിൽക്കുന്ന ഫോൺ. അപ്പോൾ ഇതാണ് 4B വരുന്നത് നത്തിങ്ങിന്റെ എൻട്രി ലെവൽ ഫോൺ. ഈ വർഷം മിക്കവാറും CMF ഉണ്ടാവാൻ ചാൻസ് ഇല്ലെന്നാണ് പറയുന്നത്. ബോക്സിൽ ഇങ്ങനെ ഒരു സിലിക്കൺ കേസ് വരുന്നുണ്ട്, ഇങ്ങനെ ഒരു കേബിൾ ടൈപ്പ് സി ടു ടൈപ്പ് സി കേബിൾ വരുന്നുണ്ട്, വെറൈറ്റി ആയിട്ടുള്ള ഒരു സിം ഇജക്ടിംഗ് ടൂളും വരുന്നുണ്ട്. ഇങ്ങനെ ഫോണിനെ പറ്റി പറയാനാണെങ്കിൽ നത്തിങ് ആസ് ഓൾവേസ് ബിൽഡ് ക്വാളിറ്റിയും അവരുടെ ഡിസൈനും കാര്യങ്ങളും എല്ലാം വ്യത്യസ്തമായിട്ട് ബിൽഡ് ക്വാളിറ്റി നല്ല ബിൽഡ് ക്വാളിറ്റിയാണ്. പ്ലാസ്റ്റിക് ബാക്ക് ആണ്, പക്ഷേ ഫിംഗർ പ്രിന്റ് ഒന്നും വീഴാത്ത രീതിയിലുള്ള ഒരു പ്ലാസ്റ്റിക് ബാക്ക് ആണ് വരുന്നത്. പിന്നെ ഇവിടെ വരുമ്പോഴത്തേക്ക് ക്യാമറ മോഡ്യൂളിന്റെ സംഭവം വരുന്നുണ്ട്. അത് ട്രാൻസ്പെറന്റ് ആണ്. ഇവിടെ ഇങ്ങനെ രണ്ട് സൈഡിലായിട്ട് ക്യാമറ സെറ്റ് ചെയ്തിരിക്കുന്നു. ഇവിടെ ഇങ്ങനെ ഗ്ലിഫ് ലൈറ്റ് വരുന്നു, ഇവിടെ ഫ്ലാഷും വരുന്നു. താഴെ ടൈപ്പ് സി പോർട്ട്, സ്റ്റീരിയോ സ്പീക്കേഴ്സ് വരുന്നുണ്ട്, സിം ട്രേ വരുന്നുണ്ട്, വോളിയം റോക്കർ ബട്ടൺ, പവർ ബട്ടൺ, ഇപ്പുറത്തെ സൈഡിലേക്ക് വരുമ്പോഴത്തേക്ക് എസെൻഷ്യൽ കീയും വരുന്നുണ്ട്. ഡിസ്പ്ലേയിലേക്ക് പോകുമ്പോഴത്തേക്ക് 120 ഹെഡ്സിന്റെ സൂപ്പർ AMOLED ഡിസ്പ്ലേ ആണ്. 6.7 ഇഞ്ചാണ് സ്ക്രീൻ വരുന്നത്. പക്ഷേ ബെസൽസ് ഒക്കെ അത്യാവശ്യം ഉള്ള ബെസൽസ് ആണ്. താഴെ ചിഹ്നം ഒക്കെ അത്യാവശ്യം വലിയ ചിഹ്നമാണ്. ചിപ്സെറ്റിലേക്ക് പോകുകയാണെങ്കിൽ സ്നാപ്ഡ്രാഗന്റെ 6th Gen 4 ചിപ്സെറ്റ് ആണ്. റാം LPDDR4X റാം ആണ്. സോ അത്യാവശ്യം കാഷ്വൽ യൂസിങ്ങും കാഷ്വൽ ഗെയിമിങ്ങിനും ഒക്കെ ഓക്കെ ആണ്. അല്ലാതെ വലിയ രീതിയിലുള്ള പെർഫോമൻസ് ഒന്നും ഇതിൽ നിന്ന് നിങ്ങൾ അങ്ങനെ പ്രതീക്ഷിക്കേണ്ട. IP64 ആണ് പ്രൊട്ടക്ഷൻ വരുന്നത്. പിന്നെ എപ്പോഴത്തെ പോലെ ഗ്ലിഫ് ലൈറ്റിന്റെ പരിപാടികളും കാര്യങ്ങളൊക്കെ ഇതിനകത്തും വരുന്നുണ്ട്. ഗ്ലിഫ് ലൈറ്റിന്റെ പരിപാടികളൊക്കെ സാധാ പോലെ തന്നെ വരുന്നുണ്ട്. നമുക്കത് കസ്റ്റം ചെയ്യാനും പറ്റും. പിന്നെ വീഡിയോ എടുത്തിട്ട് നമുക്ക് റെക്കോർഡ് ചെയ്യുമ്പോഴത്തേക്ക് ആ ഒരു റെഡ് ലൈറ്റ് ഇങ്ങനെ മിന്നി നിൽക്കും. സാധാരണ നത്തിങ് പരിപാടികളെല്ലാം ഇതിനകത്ത് വരുന്നുണ്ട്. OS നൈസ് OS ആണ്. നത്തിങ്ങിന്റെ OS വൺ ഓഫ് ദി കിടിലം. ഈ ഫോണിൽ ഏറ്റവും ഹൈലൈറ്റ് ചെയ്യാവുന്ന ഒരു സംഭവം നത്തിങ്ങിന്റെ OS തന്നെയാണ്. 3 വർഷത്തെ ആൻഡ്രോയിഡ് അപ്ഡേറ്റും 6 വർഷത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റും തരുന്നുണ്ട്. പിന്നെ വ്യത്യസ്തമായിട്ടെന്ന് പറയാനായിട്ട് 6000 mAh ബാറ്ററിയാണ് 4Bക്കകത്ത് വരുന്നത്. അതായത് ആദ്യമായിട്ടാണ് ഒരു നത്തിങ് ഫോണിനകത്ത് ഇത്രയും വലിയ ബാറ്ററി വരുന്നത്. 6000 mAh ബാറ്ററി, 33 വാട്ട്സിന്റെ ചാർജിങ് വരുന്നുണ്ട്. പക്ഷേ ചാർജിങ് അഡാപ്റ്ററും നമുക്ക് കൂടെ വരുന്നില്ല, അത് എക്സ്ട്രാ വാങ്ങണം. ഇനി ക്യാമറയിലേക്ക് പോയാൽ പ്രൈമറി ഷൂട്ടർ ആയിട്ട് ഒരു 50 മെഗാപിക്സലിന്റെ മെയിൻ ക്യാമറയും 8 മെഗാപിക്സലിന്റെ ഒരു അൾട്രാ വൈഡ് ക്യാമറയും വരുന്നുണ്ട്. അതിൽ മെയിൻ ക്യാമറ വലിയ കുഴപ്പമില്ല, അതായത് ഡീസന്റ് ഔട്ട് തരും. പക്ഷേ അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറ 8 മെഗാപിക്സൽ അത് ആക്ച്വലി ബോറാണ്. സെൽഫി ക്യാമറയിലേക്ക് പോകുമ്പോഴത്തേക്ക് 16 മെഗാപിക്സലിലാണ് സെൽഫി ക്യാമറ വരുന്നത്. അതും ഓക്കെ എന്ന് പറയാം. നമുക്ക് അത്രേ ഉള്ളൂ ക്യാമറയെ പറ്റി പറയാനായിട്ട്. പ്രൈസിംഗിന്റെ കാര്യത്തിലേക്ക് പോകുമ്പോഴത്തേക്ക് 30,000 പ്ലസ് ആണ് വില വരുന്നത്. പക്ഷേ നമുക്ക് വേറെ ഒന്നും പറയാം, മീൻസ് ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റില്ല. പക്ഷേ വേറെ നിവൃത്തിയൊന്നുമില്ല. എല്ലാ ഫോണുകളും ഇപ്പോൾ ഈ പ്രൈസ് റേഞ്ചിൽ തന്നെയാണ്. കാരണം ഷെൽഫ് ചെയ്തിരുന്ന 6th ജനറേഷൻ ചിപ്സെറ്റൊക്കെയാണ്, സ്നാപ്ഡ്രാഗന്റെ ചിപ്സെറ്റൊക്കെയാണ് ഇപ്പോൾ എടുത്ത് വെച്ചിരിക്കുന്നത്. അതായത് പ്രൈസ് കഴിയാവുന്നത്ര കുറയ്ക്കാൻ വേണ്ടിയിട്ട് പഴയ പ്രോഡക്ട്സ്, അതായത് പഴയ ചിപ്സെറ്റും കാര്യങ്ങളും ഒക്കെയാണ് എടുത്ത് പുതിയ ഫോണുകളാക്കി വെച്ച് നമുക്ക് ഇറക്കി തരുന്നത്. അതിപ്പോൾ നത്തിങ്ങിന്റെ കാര്യം മാത്രമല്ല, ഓൾമോസ്റ്റ് മിക്ക ബ്രാൻഡുകളുടെയും അവസ്ഥ ഇപ്പോൾ അത് തന്നെയാണ്. കളറിന്റെ കാര്യം പറഞ്ഞല്ലോ, ഈ ഒരു വൈറ്റ് കൂടാതെ ഒരു ബ്ലാക്ക് വരുന്നുണ്ട്, പിന്നെ ഒരു ബ്ലൂ വരുന്നുണ്ട്, പിന്നെ ഒരു റെഡ് വരുന്നുണ്ട്. ലിമിറ്റഡ് എഡിഷൻ ആണത്. അപ്പോൾ നത്തിങ് ഫോൺ ഇഷ്ടപ്പെടുന്നവർക്കും നത്തിങ് OS ഇഷ്ടപ്പെടുന്നവർക്കും അത്യാവശ്യം ഡീസന്റ് യൂസ്, കാഷ്വൽ ആയിട്ടുള്ള ഗെയിമിംഗ് കാര്യങ്ങളും കാഷ്വൽ ആയിട്ടുള്ള മറ്റ് യൂസും ഒക്കെ പറ്റുന്ന രീതിയിലുള്ള ഫോണാണ്. ഇൻട്രസ്റ്റ് ഉള്ളവർ നോക്കുക. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമന്റ് ചെയ്യുക. അപ്പോൾ അത്രയുള്ളൂ ഗൈസ്, ബൈ.